ഒരിക്കൽ മഹാകവി ഉള്ളൂരിൻ്റെ പേരിൽ ഒരു സാംസ്കാരിക കേന്ദ്രം തലസ്ഥാനത്ത് സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു. അറിയപ്പെടുന്ന എല്ലാ സാംസ്കാരിക പ്രവർത്തകരെയും ആ മീറ്റിങ്ങിലേക്ക് വിളിച്ചു. ഉള്ളൂരിൻ്റെ പേരിലാണ്. ജഗതി എൻ കെ ആചാര്യ മാത്രം വിളിച്ചില്ല. ജഗതി എൻ കെ ആചാര്യയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ക്ഷോഭത്തോടെ അദ്ദേഹം അടൂർ ബാസിയെ വിളിച്ചു. എന്താ ബാസി, തലസ്ഥാനത്ത് സാംസ്കാരിക നായന്മാർ മാത്രമേ ഉള്ളൂ, നായകന്മാരില്ലേ എന്ന് ചോദിച്ചു. തലസ്ഥാനത്ത് സാംസ്കാരിക നായന്മാർ മാത്രമേ ഉള്ളൂ, നായകന്മാരില്ലേ എന്ന് ചോദിച്ചു. നിന്നെ വിളിക്കാറായിട്ടില്ല എന്നാണ് ബാസി സാർ പറഞ്ഞ മറുപടി. കെട്ടിടം പണി തറമട്ടം ആയതേ ഉള്ളൂ, ജനലും കട്ടളയും വയ്ക്കാറാവുമ്പോൾ നിന്നെ വിളിക്കും. ചോദിക്കേ, കൂട്ടുകാരനോട് പറഞ്ഞ മറുപടിയാണ്. അതായത് ആശാരിപ്പണി വരുന്നത് ജനലും കട്ടളയൊക്കെ വയ്ക്കുമ്പോഴല്ലേ, അപ്പം വിളിക്കാമെന്ന് നിന്നെ ഈ സാംസ്കാരിക യോഗത്തിന്. പ്രേം നസീറിൻ്റെ ഭാര്യ ഹബീബ നസീറിന് അല്പം കേൾവിക്കുറവുണ്ട്. നസീർ സാർ പറയുന്നത്, എൻ്റെ കുടുംബജീവിതം ഭദ്രമായി പോകുന്നത് എൻ്റെ ഭാര്യയ്ക്ക് ചെവി അല്പം കേൾക്കാൻ പറ്റാത്തതുകൊണ്ട്, കാരണം ഉറച്ച് പറയണം. അതുകൊണ്ട് തന്നെ സിനിമയിൽ നടക്കുന്ന ഗോസിപ്പ് വാർത്തകളൊന്നും നസീർ സാറും ഷീലയുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് ഒന്നും ഹബീബ അറിയാത്തത് ഈ കേൾവിക്കുറവുള്ളതെന്നാണ് നസീർ സാർ തമാശയായിട്ട് പറയാറുള്ളത്. അപ്പോൾ നസീർ സാറ് വീട്ടിൽ വളർത്താനായി ഒരു പട്ടിയെ വാങ്ങി. ഭയങ്കര കുരയാണ് പട്ടിക്ക്. അപ്പോൾ ആൾക്കാർ പുറത്ത് നിന്ന്, ഗേറ്റിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഈ പട്ടി കുരയ്ക്കുന്നതുകൊണ്ട് ഗേറ്റ് തുറന്ന് കയറില്ല, പുറത്ത് നിന്നുകൊണ്ട് വിളിച്ച് ചോദിക്കും, നസീർ സാറുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഹബീബയുടെ മറുപടി, കടിക്കില്ല, കെട്ടിയിട്ടിരിക്കുക, കയറി വാ. അടൂർ ബാസി ഉണ്ടാക്കിയ കഥയാണ്. നസീർ സാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭാര്യയുടെ മറുപടി, കടിക്കില്ല, കെട്ടിയിട്ടിരിക്കുക, വാ. അപ്പോൾ നസീർ സാറിനെ കെട്ടിയിട്ടിരിക്കുന്നേ തോന്നുള്ളൂ. ഇങ്ങനത്തെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കഥകൾ ഉണ്ടാക്കാൻ ബാസി സാറിനെ പോലെ ഒരു ബിരുദൻ ലോകത്തില്ല എന്ന് പറയാം. ബാസി സാറ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് അമേരിക്കയിൽ പോയി. അമേരിക്കൻ മലയാളികൾ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ജിമ്മി കാർട്ടറുടെ കാറിനടുത്തേക്ക് ബാസി സാറിനെ കൊണ്ടുപോയി. അപ്പോൾ ഒരു മലയാളി പറഞ്ഞു, ബാസി ചേട്ടാ, ഈ ജിമ്മി കാർട്ടറുടെ ഒരു തോട്ടത്തിൻ്റെ മൂലയിൽ നിന്നും യാത്ര ആരംഭിച്ചാൽ സന്ധ്യയാവുമ്പോൾ മാത്രമേ അതിൻ്റെ അങ്ങേയറ്റം എത്തൂ. അത്രയ്ക്ക് ഏക്കർ കണക്കിനുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ എസ്റ്റേറ്റിൻ്റെ ഒരു മൂലയിൽ നിന്നും കാർ സ്റ്റാർട്ട് ചെയ്താൽ ഈ കാറ് ഓടി അങ്ങേ അറ്റം എത്തുമ്പോഴേക്കും സന്ധ്യയാവും എന്നാണ് അയാൾ പറഞ്ഞത്. അതിൽ വലിയ അതിശയമൊന്നുമില്ല എന്നാണ് അപ്പോൾ ബാസി സാറ് പറഞ്ഞത്. ഞങ്ങളുടെ അപ്പൂപ്പൻ രാവിലെ പെരിങ്ങനാട്ട് നിന്ന് കാറ് സ്റ്റാർട്ട് ചെയ്താൽ സന്ധ്യയാവും അടൂരെത്താൻ. അതെന്തങ്ങനെ എന്നിട്ടപ്പോൾ, അത് 3 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷേ കാറ് സ്റ്റാർട്ടാവില്ല. അപ്പോൾ തള്ളി 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 പെരിങ്ങനാട് എന്ന് പറഞ്ഞാൽ പെരിങ്ങനാട്ടിൽ നിന്ന് തള്ളാൻ തുടങ്ങിയാൽ അടൂരെത്തുമ്പോൾ സന്ധ്യയാവും എന്നാണ് അതിന് മറുപടിയായിട്ട്. അതായത് ജിമ്മി കാർട്ടറിൻ്റെ എസ്റ്റേറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പം പറയുകയാണ് കഥ. ഏത് കാര്യങ്ങൾ പറഞ്ഞാലും അപ്പം ബാസി സാർ അതിന് മറുപടി പറയും. ഒരു വക്കീലിൻ്റെ കാറ് മോഷണം പോയി. പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് വക്കീൽ കൃത്യമായി ഉത്തരങ്ങൾ പറഞ്ഞു. ഒന്ന് വ്യക്തമാണ് സാർ, വക്കീൽ പറയാണ്, മോഷ്ടാക്കൾ ഒന്നിലധികം പേരുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് ചോദിച്ചു, അതെന്താ എന്ന് ചോദിച്ചു. തള്ളാതെ കാർ സ്റ്റാർട്ടാവില്ല. വക്കീലിൻ്റെ കാറിനെ തള്ളണം. അപ്പോൾ ഒന്നിലധികം പേരുണ്ടെങ്കിലേ തള്ളാൻ പറ്റും. ഒരാൾ ഓടിക്കാനും 3-4 പേര് പുറകിൽ തള്ളാനും വേണം. അത് വെച്ചിട്ടാണ് വക്കീൽ പോലീസുകാരോട് പറഞ്ഞത് ഒന്നിലധികം ആൾക്കാരുണ്ടാവും. ഇങ്ങനത്തെ കോമൺ സെൻസുള്ള കഥകൾ പറയാൻ ബാസി സാറ് ഭയങ്കര മിടുക്കനായിരുന്നു. ഒരു മദ്രാസിലൊരു നടി ആത്മഹത്യ ചെയ്തു. ഇൻഡസ്ട്രിയിൽ കുറച്ച് ദുഷ്പേരുള്ള നടിയായിരുന്നു. അപ്പോൾ അടൂർ ബാസിയും തെക്കുറിശ്ശിയും കൂടി ദുഃഖമന്വേഷിച്ച് ആ നടിയുടെ വീട്ടിൽ പോയി. മടങ്ങി വരുമ്പോൾ ഇരുവർക്കും വല്ലാത്ത ദുഃഖം. കാരണം എന്താണ് എന്ന് തെക്കുറിശ്ശി മാം ചോദിച്ചപ്പോൾ ബാസി സാർ പറഞ്ഞത്, ജീവിതത്തിൽ ആദ്യമായാണ് ഈ നടി ഒറ്റയ്ക്ക് കിടക്കുന്നത് ഞാൻ കണ്ടത്. അത് ചോദിക്കി, ഒരു നടി മരിച്ചു കിടക്കുക. അപ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് മനസ്സിലായില്ല, അവരെങ്ങനെയുള്ളതാണെന്ന് മനസ്സിലായി. ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് ഇങ്ങനെ നടി ഒറ്റയ്ക്ക് കിടക്കുന്നത് കണ്ടത്. അടൂർ ബാസിയുടെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് ഭാർഗവൻ പിള്ള എന്നാണ് പേര്. ജീവിതത്തിൽ അദ്ദേഹം 1-2 സിനിമകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അയാൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ വിരോധിയാണ്. അളിയൻ ഭയങ്കര സിനിമാ നടനായിട്ട് പോലും അദ്ദേഹം സിനിമ കാണില്ല. എന്തോ സിനിമ അയാൾക്ക് ഭയങ്കര അലർജിയാണ്. ഒരിക്കലും എറണാകുളത്തൊരു ഹോട്ടലിൽ വെച്ച് അദ്ദേഹം പ്രേം നസീറിനെ കണ്ടുമുട്ടി. അപ്പോൾ സഹോദരി ഭർത്താവിനെ അടൂർ ബാസി പ്രേം നസീറിന് പരിചയപ്പെടുത്തി. ഇത് എൻ്റെ മൂത്ത ബ്രദറിലെയാണ് ഭാർഗവൻ പിള്ള,
എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ എന്ന് അളിയനോട് ചോദിച്ചു. നസീർ സാറിനെ പരിചയപ്പെടുത്തണ്ടല്ലോ. അപ്പോൾ സഹോദരി ഭർത്താവ് ഒരു തരം നാടൻ നിഷ്കളങ്കതയോടെ പറഞ്ഞു, എനിക്ക് ആളെ എത്ര പരിചയം പോരാ എന്ന് പറഞ്ഞു. ആരെന്ന് പറയാൻ നസീറിന് ഇതാരാണെന്ന് പറയാനാണ് ബാസിയോട് പറയുന്നത്. അപ്പോൾ പ്രേം നസീർ മനസ്സിൽ പറഞ്ഞു, തന്നെ അറിയാത്ത മലയാളിയും ഉണ്ട് എന്ന് നസീർ സാർ സ്വയം മനസ്സിൽ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, സഹപ്രവർത്തകൻ്റെ അളിയന് പോലും എന്നെ അറിയില്ല എന്നുള്ളൊരു വൈഷമ്യം അല്ലെങ്കിൽ ഒരു ചമ്മലിൽ നസീർ സാർ നിൽക്കുകയാണ്. അപ്പോൾ അടർവാസി പറഞ്ഞു, ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച് ഗിന്നീസ് ബുക്കിൽ വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ആളാണ് ഈ നിൽക്കുന്നത് എന്ന് അതിശയത്തോടെ പറഞ്ഞു. അപ്പോൾ എന്നിട്ടും ആ ഭാർഗവപിള്ളയുടെ മുഖത്ത് യാതൊരു എക്സ്പ്രഷനുമില്ല. അപ്പോൾ ചോദിച്ചു, അറിയില്ലേ ഇത് സിനിമാ നടൻ പ്രേം നസീർ? അല്ല, സിനിമാ നടൻ എന്ന് പറഞ്ഞില്ല, എങ്കിൽ എൻ്റെ ഹൈലൈറ്റ് പോയി. ഇത് പ്രേം നസീർ എന്ന് പറഞ്ഞു. അപ്പോൾ ഭാർഗവപിള്ള വീണ്ടും നിഷ്കളങ്കതയോടെ ചോദിച്ചു, ഓഹോ പ്രേം നസീറാണോ, ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് നസീർ സാറിനോട് ചോദിച്ചു. അതുപോലെ അദ്ദേഹം അവസാന കാലത്ത് ഭയങ്കര കഷ്ടത അനുഭവിച്ചു. കാശ് 1 രൂപ പോലും ചിലവാക്കാതെ ഓരോ ബർത്ത്ഡേ വരുമ്പോഴും ഓരോ സ്വർണ്ണ കോയിൻ ഉണ്ടാക്കി വെച്ചിട്ട് ബാസി സാറിനെ പറ്റി പറയുന്നത്, വർക്കില്ലാതിരിക്കുന്ന ദിവസങ്ങളിൽ തൻ്റെ ഇപ്പോൾ 60 വയസ്സായെങ്കിൽ 60 സ്വർണ്ണ കോയിൻ ഇട്ടിങ്ങനെ പാറയിട്ട് കളിക്കുന്ന പോലെ, കല്ലിട്ട് കളിക്കുന്ന പോലെ ഈ സ്വർണ്ണ കോയിൻ ഇട്ട് കളിക്കുന്ന മനുഷ്യനായിരുന്നു എന്ന് പറയുന്നു. അവസാന കാലം ഭയങ്കര കഷ്ടമായി. കാരണം ഭാര്യയില്ല, കുട്ടികളില്ല, ബന്ധുക്കളാണെങ്കിൽ കിട്ടുന്നവന്മാരെല്ലാം വാരിക്കൊണ്ട് പോകുന്നവന്മാർ, ആരെയും വിശ്വസിക്കാൻ വയ്യാത്തൊരവസ്ഥയിലൂടെയാണ് അദ്ദേഹം ഈ കിഡ്നി രോഗം വന്നപ്പോൾ പോയത്. എന്നിട്ടും അദ്ദേഹത്തിന് എന്താ പറയുക, പൈസ മുടക്കി കിഡ്നി വയ്ക്കാൻ ഒരു വൈഷമ്യം ഉണ്ടായിരുന്നു. പൈസ ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ ഇദ്ദേഹത്തെ കാണാൻ സിനിമാക്കാരനായ ഡോക്ടർ എം കെ പൗത്രൻ ചെന്നു. പത്രപ്രവർത്തകനും പാട്ട് എഴുത്തുകാരനും ഒക്കെ ആയ എം കെ പൗത്രൻ ചെന്നു. കിഡ്നി മാറ്റി വയ്ക്കുന്നതിന് അത്യാവശ്യമാണെങ്കിൽ എന്താ അത് ചെയ്യാത്തത് ഭാസി എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇനി കിഡ്നി മാറ്റി വയ്ക്കൽ മാത്രമേ ഉള്ളൂ പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താ അത് ചെയ്യാത്തത് എന്നാണ് ഡോക്ടർ പൗത്രൻ ചോദിച്ചത്. കിഡ്നിക്കൊക്കെ ഇപ്പോൾ തീ പിടിച്ച വിലയാണ് പവിത്ര, സ്ഥിതി മാറും, വില താഴും. കിഡ്നി വേണോ കിഡ്നി എന്ന് ചോദിക്കുന്നൊരു കാലം വരും. അങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്ന കാലത്ത്, റോഡിലൂടെ നടന്ന് ഇങ്ങനെ കിഡ്നി വേണോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്ന കാലത്ത് ആരുടെയെങ്കിലും ന്യായമായ വിലയ്ക്ക് ഒരു കിഡ്നി കിട്ടുമ്പോൾ അന്നേരം മാറ്റാം എന്നായിരുന്നു ഡോക്ടർ പൗത്രനോട് അടർവാസി പറഞ്ഞത്. ഭാസിയുടെ കോടമ്പക്കത്ത് പുള്ളി ഒരു മനോഹരമായ വീട് വെച്ചു. എനിക്ക് തോന്നുന്നു മേളിലത്തെ നില വേറെ ഏതോ സിനിമാക്കാർക്കൊക്കെ വാടകയ്ക്കൊക്കെ കൊടുത്തിരുന്നു, വലിയ വീട്. അപ്പോൾ ഇതിൻ്റെ പാല് കാച്ചലാണ്, രാവിലെ 7 മണിക്കാണ് പാല് കാച്ചൽ. അപ്പോൾ അടൂർ ഭാസിക്ക് വേണ്ടി സിനിമാക്കാരെ മുഴുവൻ വിളിച്ചത് പി ഭാസ്കരൻ മാഷായിരുന്നു. ഭാസ്കരൻ മാഷ് പറഞ്ഞു, ഞാൻ വിളിച്ചോളാം, എല്ലാവരെയും ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഭാസ്കരൻ മാഷാണ് എല്ലാ സിനിമാക്കാരെയും പാല് കാച്ചിന് വിളിച്ചത്. 7 മണിക്ക് തന്നെ കൃത്യമായിട്ട് പാല് കാച്ചൽ ചടങ്ങ് കഴിഞ്ഞപ്പോൾ ഒരനക്കവും ഇല്ല അവിടെ. അപ്പോൾ ഭാസ്കരൻ മാഷ് അടൂർ ഭാസിയോട് ചോദിച്ചു, എന്താ ഭാസി, ടിഫിൻ വിളമ്പാറായില്ലേ എന്ന് ചോദിച്ചു. അതായത് ഇഡ്ഡലി സാമ്പാറൊക്കെ വിളമ്പാറായില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ബാസി സാറിന് പറഞ്ഞത്, അയ്യോ ടിഫിൻ ഞാനതൊന്നും ഏർപ്പാടാക്കിയിട്ടില്ല, രാവിലെ 7 മണിക്ക് വരുന്ന ഈ ചടങ്ങ് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോയി കഴിച്ചുകൂടെ, അതുകൊണ്ട് ഞാനൊന്നും ഏർപ്പാടാക്കിയിട്ടില്ല. കാരണം ലോക പിശുക്കനാണല്ലോ. അപ്പോൾ വിളിച്ചത് ഭാസ്കരൻ മാഷ ആയതുകൊണ്ട് ഭാസ്കരൻ മാഷിൻ്റെ ഒരു വല്ലാത്ത ചമ്മൽ, ഞാൻ വിളിച്ചു വരുത്തിയവർക്ക് ഒരു ചായയും ഇല്ല, വടയും ഇല്ല, ഇഡ്ഡലി ഇല്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു വിഷമം. അദ്ദേഹം ആഹാരം കൊടുക്കാതെ വിടുന്നത് എങ്ങനെയെന്ന് ആലോചിച്ചിട്ട് ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു, എവിടെയെങ്കിലും വെയിറ്ററിങ് ഹോട്ടലിൽ പോയി കുറച്ച് ഇഡ്ഡലിയും ചായയും ഉഴുന്നോടെയൊക്കെ വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞു. അതെല്ലാം എത്തി. ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ബാസി സാർ തന്നെ വന്നവർക്കെല്ലാം സന്തോഷത്തോടെ വിളമ്പി കൊടുത്തു. കാരണം പൈസ മുടക്കിയിരിക്കുന്നത് ഭാസ്കരൻ മാഷല്ലേ. അങ്ങനെ സന്തോഷത്തോടെ പാല് കാച്ചൽ കഴിഞ്ഞു. ഭാസ്കരൻ മാസ്റ്ററുടെ അക്കൗണ്ടിൽ അടൂർ ഭാസിയുടെ വീടിൻ്റെ പാല് കാച്ചി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭാസി സാർ അംബാസഡർ കാർ വാങ്ങിയ കാര്യം. അപ്പോൾ ആദ്യം അതിലൊരു ഡ്രൈവറായിട്ട് വെച്ചത് ഒരു തമിഴിനായിരുന്നു. തമിഴിനെന്ന് പറഞ്ഞാൽ കരിമ്പൂച്ചയെ പോലെ ഇരിക്കുന്ന, ഈ കരിമ്പൂച്ചയെ കടിച്ചു പിടിച്ച പോലെ വലിയ കപ്പട മീശയൊക്കെയുള്ളൊരു തമിഴിനെയാണ് വെച്ചത്. കുത്തുകേസിൽ പ്രതിയായി ജയിലിലൊക്കെ കിടന്നിട്ടുള്ള ആളാണെന്ന് പിന്നീടാണ് ബാസി സാർ അറിയുന്നത്. ആരെയും ആ തമിഴൻ വകവയ്ക്കില്ല. ആ കൂസാത്ത പ്രകൃതം, ആ പാവം ചന്ദ്രാജിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രാജി നിങ്ങൾ കണ്ടിരിക്കും, കപ്പട മീശയൊക്കെ അടൂർ ഭാസിയുടെ അനുജൻ, കണ്ട ഇങ്ങനെയൊക്കെ നോക്കുള്ളൂ. വില്ലൻ വേഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഈ പ്രേതപടങ്ങളിലൊക്കെ വരും. അങ്ങനെ ലൈറ്റ് ഷെയ്ഡിലൊക്കെ നിർത്തി നമ്മൾ വരണ്ടു. അപ്പോൾ ഈ ഡ്രൈവറുടെ പെരുമാറ്റം ചന്ദ്രാജിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാളെ ഒന്ന് സ്റ്റാൻഡിൽ പിടിക്കണമെന്ന് തക്കം പാർത്തിരിക്കുകയായിരുന്നു ചന്ദ്രാജി. ഒരിക്കൽ ചന്ദ്രാജിയും അടൂർ ഭാസിയും കൂടി മദ്രാസിലെ മൗണ്ട് റോഡിലൂടെ അങ്ങനെ കാറിൽ പോവുമായിരുന്നു.
ഡ്രൈവർ ഒരു ചെറിയ പിഴവ് കാണിച്ചു, ഓടിക്കുന്നതിനിടയിൽ എന്തോ ഒരു അശ്രദ്ധക്കുറവ് കാണിച്ചു. ചന്ദ്രാജി തമിഴിൽ ഡ്രൈവറെ ലെഫ്റ്റ് റൈറ്റ് ഫയർ ചെയ്തു. കാരണം കിട്ടിയ അവസരത്തെ ചന്ദ്രാജി മുതലാക്കി. ഡ്രൈവർ തിരിഞ്ഞു നോക്കുകയോ ചന്ദ്രാജിയോട് മറുപടി പറയുകയോ ഒന്നും ചെയ്തില്ല. മൗണ്ട് റോഡിൻ്റെ നടുക്ക് കാർ നിർത്തിയിട്ട് ഇറങ്ങി കാറിൻ്റെ കീ ഊരി ഭാസി സാറിൻ്റെ കൊടുത്തിട്ട് നടന്നങ്ങ് പോയി. രസം എന്താണെന്ന് ചോദിച്ചാൽ ചന്ദ്രാജിക്കും കാർ ഓടിക്കാൻ അറിയില്ല, അടൂർവാസിക്കും കാർ ഓടിക്കാൻ അറിയില്ല. മൗണ്ട് റോഡ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 6 മണി എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ അങ്ങോട്ട് തലങ്ങും വിലങ്ങും ഓടുന്ന സമയമാണ്. ആ സമയത്ത് മദ്രാസിലെ മൗണ്ട് റോഡിൻ്റെ നടുക്ക് ഒരു അംബാസഡർ കാർ നിന്നുള്ള അവസ്ഥ ആലോചിക്കുക. നിർത്തിയിട്ട് താക്കോലും കൊടുത്തിട്ട് അയാൾ നടന്നു പോയി. തൻ്റെ പുല്ല് ജോലിയൊന്നും വേണ്ടെന്ന ഒന്നും പറഞ്ഞില്ല, അയാൾ നടന്നങ്ങ് പോയി. ആകെ പ്രശ്നമായി. ട്രാഫിക് പോലീസ് ഓടിക്കൊണ്ട് വന്നപ്പോൾ ഈ കാറ് അനക്കാൻ പറ്റില്ല. രണ്ടുപേരും ഇവിടെ പുറകിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എടുന്ന് മാറ്റടാ എന്ന് ബാക്കിൽ നിന്നൊക്കെ കാറിൽ നിന്നൊക്കെ തമിഴിൽ ചീത്തയൊക്കെ വിളിക്കുന്നു. കാറെടുത്ത് മാറ്റണം തേവടിയാനെ എന്നൊക്കെ പറഞ്ഞ് ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നേ. അങ്ങനെ ട്രാഫിക് പോലീസ് കാറിനടുത്ത് വന്നു. നോക്കുമ്പോൾ കാറിനകത്തിരിക്കുന്ന ആളിനെ കണ്ട് പോലീസുകാരൻ ഞെട്ടി. കാരണം തിരയിപ്പടത്തിലെ ചിരിപ്പ് നടികർ, കേരളാവിലെ ചിരിപ്പ് നടികറാണ് കാറിന് അകത്തിരിക്കുന്നതെന്ന് മനസ്സിലായി. അവസാനം പോലീസുകാർ തന്നെ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് റോഡിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ഒതുക്കിയിട്ടു. ഒരു ഭാസി സാറായതുകൊണ്ടാണ് ചീത്ത വിളിക്കാത്തത്. ചന്ദ്രാജി മാത്രമായിരുന്നെങ്കിൽ അടി ഉറപ്പായിരുന്നില്ല. അങ്ങനെ ആ തമിഴൻ പറ്റിച്ചപ്പോഴാണ് പിന്നെ ഒരു മലയാളി ഡ്രൈവറെ ഭാസി സാർ വച്ചത്. സ്ഥിരമായി സിനിമയിൽ ഒരുപാട് വേഷങ്ങളിൽ എന്താ പറയുക ശ്രീകൃഷ്ണനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണല്ലോ നസീർ സാർ. നസീർ സാർ ശ്രീരാമനായി, ശ്രീകൃഷ്ണനായി, മഹാബലിയായി, എന്തെല്ലാം പുണ്യപുരാണ ചിത്രങ്ങളിലെ നായകനായി. അപ്പോൾ ശ്രീകൃഷ്ണൻ പാട്ട് സീനുകളിലൊക്കെ ഒരുപാട് സിനിമകളിൽ നസീർ സാർ ശ്രീകൃഷ്ണനായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മെരിലാൻഡ് സ്റ്റുഡിയോയിൽ പ്രേം നസീറായി നസീർ സാർ അണിഞ്ഞൊരുങ്ങുകയാണ്. അപ്പോൾ സ്റ്റുഡിയോ ഉടമ പി സുബ്രഹ്മണ്യം മുതലാളിക്കൊരു ശീലമുണ്ട്. നടനായാലും നടിയായാലും ശരി, മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം കണ്ട് വെരിഫൈ ചെയ്ത് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവിടെ ഈ ഷെയ്ഡൊന്ന് മാറ്റുക, അല്ലെങ്കിൽ ഈ മുടിയൊന്ന് ഇങ്ങനെ ആക്കുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പോലെ ഫൈനൽ ടച്ച് നടത്തിയിട്ട് മാത്രമേ ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ കഴിയൂ. അങ്ങനെ നസീർ സാർ ശ്രീകൃഷ്ണനൊക്കെ ആയി. മേക്കപ്പ് കഴിഞ്ഞിടം തന്നെ നസീർ സാർ പോയി പി സുബ്രഹ്മണ്യം മുതലാളിയുടെ മുന്നിൽ നിന്നു. അടിമുടി ഇങ്ങനെ നോക്കി സുബ്രഹ്മണ്യം. അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തിയായി. അടുത്ത് നിന്ന അടൂർവാസിയോട് സുബ്രഹ്മണ്യം പറഞ്ഞു, 100% ശ്രീകൃഷ്ണൻ അല്ലേ ഭാസി എന്ന് ചോദിച്ചു. 100 മാർക്ക് കൊടുക്കാം, കറക്റ്റാണ് ശ്രീകൃഷ്ണൻ നസീർ നിൽക്കുന്നതെന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അങ്ങനെ 100 മാർക്ക് കൊടുക്കാം അല്ലേ ഭാസി എന്ന് ചോദിച്ചപ്പോൾ വളരെ വിനയാന്വിതനായി ഭാസി സാറിൻ്റെ മറുപടി, ഒരല്പ കുറവുണ്ട്. കാരണം അബ്ദുൽ ഖാദർ എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പേര്. അത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ സുന്നത്ത് നടത്തിയ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം പറയണം ഒരു ശകലം കുറവുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ട സുബ്രഹ്മണ്യം, ചിരിക്കുന്നതിൽ ലോഭം കാണിക്കുന്ന സുബ്രഹ്മണ്യം മുതലാളി പൊട്ടി ചിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ജഗതി എൻ കെ ആചാരി ആൾഡ് റെഡിയിൽ പ്രവർത്തിക്കുന്ന കാലം, അവിടെ നടക്കുന്ന നാടകോത്സവങ്ങളിലൊക്കെ അടൂർവാസി ഒരു വേഷം ചെയ്യും, നല്ല കാശ് വാങ്ങിക്കൊടുക്കും, കൂട്ടുകാരനല്ലേ. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കസേരയ്ക്ക് ഭയങ്കര ക്ഷാമമുണ്ട്. ഇപ്പോൾ 20 പേരുണ്ടെങ്കിൽ 10 കസേരയേ ഉള്ളൂ, അതാണ് പ്രശ്നം. അവിടെ ഒരു കസേര കളി നടക്കുന്ന കാലമാണ്. ജഗതി വീട്ടിൽ നിന്ന് എത്തുമ്പോഴേക്കും ജഗതിയുടെ ക്യാബിനിലിട്ടിരിക്കുന്ന കസേരയിൽ അടൂർവാസി കയറിയിരിക്കും. അങ്ങനെ എന്താ പറയുക, എയറിൻ്റെ വഴുതക്കാട് ആൾഡ് റെഡിയുടെ അടുത്താണല്ലോ ഈ റോസ്കോട്ട്. അപ്പോൾ അവിടുന്ന് ജഗതിയിൽ നിന്ന് അദ്ദേഹം ജഗതി എൻ കെ ആചാരി നടന്നെങ്കിൽ എത്തുന്നതിനിടയിൽ രാവിലെ ഭാസി സാർ വരും. അവകാശം പോലെ തന്നെ എൻ കെ ആചാരിയുടെ കസേര എടുത്തിട്ട് ആ ക്യാബിനിലേക്ക് ഇറങ്ങിയിരിക്കും. അപ്പോൾ ഇങ്ങേർക്ക് ഒരിക്കലും കസേര കിട്ടുന്നില്ല. അപ്പോൾ ജഗതി എൻ കെ ആചാരി ഒരു പണി ചെയ്തു. തൻ്റെ കസേരയുടെ പുറകിൽ ജഗതി എൻ കെ ആചാരി എന്ന് എഴുതി ഒട്ടിച്ച്. അതായത് അങ്ങനെ ഒട്ടിക്കുമ്പോൾ പിന്നെ ആ ജഗതി എൻ കെ ആചാരിക്കല്ലേ ഇരിക്കാൻ പറ്റും. അടുത്ത ദിവസം ജഗതി വന്നപ്പോഴും ഈ ജഗതി എൻ കെ ആചാരി എന്ന് കസേരയുടെ പുറകിൽ എഴുതി ഒട്ടിച്ചിരിക്കുന്ന ആ കസേരയിൽ കയറി അടൂർവാസി ഇരിക്കുന്നു. ഭാസി, അതെൻ്റെ കസേരയാണ്. അപ്പോൾ ഭാസി സാർ ചോദിച്ചു, ആര് പറഞ്ഞു? പുറകിൽ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ പുറകിൽ നോക്കിയിട്ട് അടൂർവാസി ഒരു ചിരി ചിരിച്ചു. എന്തിനാ ഇയാൾ ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ജഗതി എൻ കെ ആചാരി പോയി പുറകിലെ കസേരയിൽ എഴുതിയിരിക്കുന്നത് നോക്കിയപ്പോൾ ജഗതി എൻ കെ ആചാരി എന്നതിൻ്റെ താഴെ പണി ചെയ്തത്. കാരണം വന്നാൽ എന്നെ എഴുതിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് നേരത്തെ തന്നെ ഭാസി സാർ എഴുതി വെച്ചു, ജഗതി എൻ കെ ആചാരി പണിതത് എന്നെഴുതി വെച്ചു. ആശാരി പണി ചെയ്തത് ജഗതിയാണെന്ന് എഴുതി വെച്ചു. ഇതാണ് ഭാസി സാറിൻ്റെ
എന്താ പറയുക ചിരിപ്പിക്കൽ. ജഗതി എൻ കെ ആചാരി എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ മുഴുവൻ പേരെന്താണെന്ന് ചോദിച്ചാൽ കൃഷ്ണവിലാസത്തിൽ നാരായണൻ കൃഷ്ണൻ ആചാരി എന്നാണ് മുഴുവൻ പേര്, ജഗതി എൻ കെ ആചാര്യയുടെ പേര്. കൃഷ്ണവിലാസത്തിൽ നാരായണൻ കൃഷ്ണൻ എൻ കെ എന്ന് പറയുന്നത് അതാണ് എൻ കെ ആചാരി. അപ്പോൾ ജഗതി എൻ കെ ആചാരി എന്ന് കൃഷ്ണനാചാര്യയെ വിളിക്കാൻ കാരണം എന്താണെന്ന് തമിഴന്മാർ കാരണമാണ് എൻ കെ ആചാരി ആയത് എന്നാണ് ബാസി സാർ പറയുന്നത്. കാരണം തമിഴ് നിർമ്മാതാക്കളിൽ നിന്ന് തിരക്കഥ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നും കാശ് വാങ്ങിയിട്ട് എഴുതി കൊടുക്കാതെ ജഗതി എൻ കെ ആചാരി മുങ്ങി. അതായത് ഞാൻ പറഞ്ഞ നാരായണൻ കൃഷ്ണൻ ആചാരി മുങ്ങി. അപ്പോൾ ഈ പ്രൊഡ്യൂസർമാരായ തമിഴന്മാർ കേൾക്കുന്നു ജഗതി എൻ കെ എന്ന്. അപ്പോൾ ജഗതി എൻ കെ അങ്ങനെയാണെന്ന് എൻ കെ ആചാരി ആയത്. ഇത് ബാസി സാർ പറയുന്നത് വരെ എൻ്റെ പേരിനെ ഇങ്ങനെ പറയാൻ കഴിയുമെന്ന് ഒരിക്കലും ജഗതി എൻ കെ ആചാര്യക്ക് അറിയില്ലായിരുന്നു. ജഗതി എൻ കെ എന്ന് ചോദിച്ചതിലാണെന്ന് ജഗതി എൻ കെ ആചാര്യ ആയത്. അതുപോലെ നല്ല തിരക്കുള്ള സമയം സിനിമയിൽ ഒരേ സമയം തന്നെ 10-15 സിനിമകളിൽ ബാസി സാറില്ലാത്ത സിനിമയില്ലായിരുന്നു ഒരു കാലത്ത്. കാരണം വിൽപ്പന നടക്കണമെങ്കിൽ 2 സീനിലെങ്കിലും ബാസി സാർ അഭിനയിച്ചിരിക്കണം. അത്രയും തിരക്കിൽ നിൽക്കുന്ന കാലമാണ്. ബാസി സമയം തെറ്റിക്കുന്നു, കൃത്യമായി ഒരു സെറ്റിലും എത്തുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായി അക്കാലത്ത് ഉയർന്നിരുന്നു. ഒരിക്കൽ പി ഭാസ്കരൻ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് മ്യൂസിയം വിളപ്പിലാണ് വെച്ചത്. ബാസി രാവിലെ 10 മണിക്ക് ലൊക്കേഷനിൽ എത്തേണ്ടതാണ്. പക്ഷേ ഉച്ചയായിട്ട് അദ്ദേഹം വന്നില്ല. പി ഭാസ്കരൻ്റെ മുഖം ചുവന്ന് തുടുത്തു. അദ്ദേഹം പൊതുവെ വളരെ ശാന്തനായ ആളാണ് ഭാസ്കരൻ മാഷ്. ദേഷ്യം വന്നാൽ കണ്ണും മൂക്കും ഇല്ലാത്ത ആളുമാണ്. സ്ഥിരമായി സമയം തെറ്റിക്കുന്നതിൽ ബാസിയെ ഒന്ന് പാഠം പഠിപ്പിക്കണമെന്ന് ഭാസ്കരൻ മാഷ് തീരുമാനിച്ചു. ഉച്ചയായപ്പോൾ അടൂർ ബാസി ലൊക്കേഷനിലെത്തി. പി ഭാസ്കരൻ ബാസിക്ക് നേരെ പൊട്ടിത്തെറിച്ചു. ആദ്യമൊക്കെ ബാസി മിണ്ടാതെ കേട്ടോണ്ടെന്നു. ഭാസ്കരൻ മാഷ് പറയാനുള്ള എല്ലാം പറയട്ടെ എന്നുള്ള രീതിയിൽ വാസ്തവത്തിൽ അതായിരിക്കില്ല, ഇതിനെന്ത് മറുപടി പറയാമെന്ന് ആലോചിച്ചതായിരിക്കും. മിണ്ടാതെ കേട്ടോണ്ടെന്നു. ഭാസ്കരൻ മാഷ് ലെഫ്റ്റ് റൈറ്റ് അടിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് അവസാനം വളരെ വിനയാന്യതനായി ബാസി സാർ പറഞ്ഞു, രാവിലത്തെ ഫ്ലൈറ്റിന് ടിക്കറ്റ് കിട്ടിയില്ല മാസ്റ്റർ, ഒരുപാട് ശ്രമിച്ചു, പിന്നെ ഉച്ച കഴിഞ്ഞുള്ള ഫ്ലൈറ്റ്, അത് നമ്മുടെ ജാതിക്കാരുടേതായതുകൊണ്ട് ഒരു ടിക്കറ്റ് തന്നു. അപ്പോൾ ഭാസ്കരൻ മാഷ് ആലോചിച്ചു, നമ്മുടെ ജാതിക്കാരെ നായന്മാർക്ക് ഫ്ലൈറ്റ് ഉണ്ടോ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഭാസ്കരൻ മാഷിന് അത് മനസ്സിലായില്ല. അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മുടെ ജാതിക്കാരോ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. ഇന്ത്യ നായർ ലെൻസ് എന്നാണെന്ന് ഇന്ത്യൻ എയർലൈൻസിൻ്റെ രണ്ടാമത്തങ്ങ് മുറിച്ച് ബാസി സാർ. അതായത് ഇന്ത്യ എന്ന് മുറിച്ചിട്ട് ഇന്ത്യൻ എയർലൈൻസ് എന്നാണല്ലോ, അപ്പോൾ ഇന്ത്യ എന്ന് മുറിച്ചപ്പോൾ ഇന്ത്യൻ എയർലൈൻസ് എന്നുള്ള എന്നിനെ എടുത്ത് ഇപ്പുറത്തിട്ടു. അപ്പോൾ എയർ എന്നുള്ളത് നായർ, ഇന്ത്യൻ നായർ ലൈൻസ് എന്നാക്കി. പിന്നെ കേൾക്കുന്നത് ഭാസ്കരൻ മാഷ്, പൊതുവെ പൊട്ടിച്ചിരിക്കാത്ത ഭാസ്കരൻ മാഷ്, നായന്മാരുടെ ഫ്ലൈറ്റാണ് ഇന്ത്യൻ എയർലൈൻസ് എന്ന് മാറ്റിയ ബാസിയുടെ തമാശ കേട്ട് ആ ദേഷ്യമൊക്കെ അങ്ങ് കളഞ്ഞു എന്ന് പറയും. ഭാസ്കരൻ മാഷിനെ പറ്റി ബാസി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നർമ്മം കലർന്ന കഥകൾ പറയാനുണ്ട്. ഒരു സിനിമയിൽ പോലും എനിക്ക് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തോടൊപ്പം. എന്നാലും ബാസി സാറിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, ജീവിത ചരിത്രത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയ ഒരു എപ്പിസോഡ് ഇതിന് ശേഷം ഞാൻ ചെയ്യും. ആദ്യം ഒരു ടെസ്റ്റ് ഡോസ് പോലെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞു നർമ്മഭാഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.